ഈ താമരശ്ശേരി ചുരം കയറി വയനാട്ടിലേക്ക് പോകുമ്പോൾ വഴിയോരങ്ങളിലെല്ലാം തേൻ നെല്ലിക്കയും ഉപ്പിലിട്ടതും കരകൗശല വസ്തുക്കളും വിൽക്കുന്ന കടകളാണ്. ഇതിനിടയിൽ വാഹനം നിർത്തിയാൽ അരിമുറുക്കുമായി ഒരമ്മ ഓടി വരും. കമലയക്ക എന്ന് നാട്ടുകാർ സ്നേഹപൂർവ്വം വിളിക്കുന്ന ചുണ്ടേൽ സ്വദേശിനി കമല. തോട്ടത്തിൽ ഞാൻ 5 കൊല്ലം വരെ പണിയെടുത്തു. അപ്പോൾ എനിക്ക് പ്രോടം ഫണ്ടില്ല, സാറീസ് ഒന്നുമില്ല. പിന്നെ വീട്ടുപണിക്ക് പോയി അങ്ങനെ എല്ലാവരും പോയിട്ട് വലുതാക്കി എല്ലാവരും. എൻ്റെ ഭർത്താവിന് എനിക്ക് ക്യാൻസറായിട്ട് ഇത് മരിച്ചു. പിന്നെ മക്കളെ കൂടെ അങ്ങനെ ജീവിച്ചു. അവരെന്നെ നോക്കുന്നുണ്ട്, എല്ലാവരും നോക്കുന്നുണ്ട്, നോക്കാനല്ല. പക്ഷെ എനിക്ക് ഒരു ജീവിക്കണ്ടേ. കോഴിക്കോട് വയനാട് ദേശീയപാതയിൽ വൈത്തിരിയിലും ചുണ്ടേലിനുമിടയിലാണ് കമലക്കയുടെ മുറുക്കു വിൽപ്പന. റോഡരികിൽ വാഹനം നിർത്തിയാൽ അക്ക മുറുക്കുമായി ഓടിയെത്തും. വാഹനങ്ങൾ കൂടുതലുള്ള ഭാഗങ്ങളിലേക്ക് നടന്നു പോകും. പേരക്കുട്ടിയാണ് അക്കയ്ക്ക് മുറുക്കുണ്ടാക്കി നൽകുന്നത്. 60 രൂപയാണ് ഒരു പാക്കറ്റിന്റെ വില. അതിന്റെ ഒരു വിഹിതം പേരക്കുട്ടിക്കും നൽകും. എസ്റ്റേറ്റ് തൊഴിലാളിയായ മകളുടെ പാടിയിലാണ് താമസം. എങ്ങനെയെങ്കിലും ഒരു വീട് വെക്കണം. മോളെ ജോലിയിലാണ് ഞങ്ങൾ പാടിയിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പാടിയുള്ളത്. ഇപ്പം എനിക്ക് വീടുണ്ട്, 4 സെൻറ്റ് ഇത് സ്ഥലം കിട്ടിയിട്ടുണ്ട്. അത് 40-40 കൊല്ലമായി എനിക്ക് കിട്ടിയിട്ട്. അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. പക്ഷെ വഴിയില്ല. പിന്നെ അവിടുന്ന് മരിച്ചാൽ എന്നെ കൊണ്ടുവരാനും പറ്റില്ല. അതുകൊണ്ട് അത് അവിടെ വെച്ചേക്കാണ്. വീടില്ല, സ്ഥലം മാത്രമേ ഉള്ളൂ, 4 സെൻറ്റ്. ഭർത്താവ് ക്യാൻസർ ബാധിച്ച് മരിച്ചതോടെ ആരുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാനാണ് മുറുക്കു വിൽപ്പന തുടങ്ങിയത്. മഴയായാലും വെയിലായാലും കമലക്ക വിൽപ്പന മുടക്കാറില്ല. കൊറേ എണ്ണൊക്കെ വിറ്റോ? ആ, ഒരു 5-6 വിറ്റു. എല്ലാം ഇങ്ങനെ വണ്ടീന്റെ വയ്യ ഓടി ഓടി എല്ലാരും വാങ്ങുമോ? വാങ്ങുന്നുണ്ട്. ആണോ? ഞാനൊന്ന് കഴിച്ചോക്കട്ടെ, എന്താണ് എല്ലാരും വാങ്ങുന്നതിന്റെ രഹസ്യം? എങ്ങനെയുണ്ടോ നുറുക്ക്? നുറുക്ക് അടിപൊളിയാ. അടിപൊളിയല്ലേ? വെറുതെ അല്ല അമ്മച്ചി ഓടി പോകുമ്പോ എല്ലാരും വാങ്ങിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് നിന്ന് ദേശീയപാത വഴി വയനാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർ, ബാംഗ്ലൂരേക്കൊക്കെ പോകുന്ന ആൾക്കാർ ചുണ്ട എന്നുള്ള സ്ഥലം എത്തുന്നതിന് തൊട്ട് മുൻപാണ് അക്ക ഉണ്ടാവുക. അപ്പം നിർത്തി ഒരു പാക്കറ്റ് നുറുക്കൊക്കെ വാങ്ങിക്കുക. സൂപ്പർ നുറുക്കാണ്. അത് ഒരു സഹായമാവും കമലക്കയ്ക്ക്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്. അങ്ങനെ കമലക്കയുടെ മുറുക്ക് വാങ്ങാൻ ഇനി എല്ലാവരും അതുവഴി കടന്നു പോകുമ്പോൾ ഓർക്കണം കേട്ടോ. ഇതൊന്നും ഒരു വലിയ കച്ചവട സാധ്യതയോ വലിയ ലാഭമോ ഉണ്ടാവുന്നൊന്നുമല്ല. ഒരു ചെറിയ സഹായമാവുമെങ്കിൽ അത് നല്ലതല്ലേ. ഇനി മുറുക്ക് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞാലും വാങ്ങി നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാലോ, അല്ലേ?